ഇന്നലെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ എവിടെ നോക്കിയാലും ഡ്യൂഡിൻ്റെ റോസ്റ്റുകൾ ഫിലിമി ഷേക്കും ഇവരും കുറേ വീഡിയോസ് ഡ്യൂഡിൻ്റെ റോസ്റ്റ് മാത്രം. ഡ്യൂഡ് സിനിമയുടെ മുന്നേ ഉള്ള റോസ്റ്റും ഈ റോസ്റ്റ് എല്ലാ വീഡിയോ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിനിമയ്ക്കുള്ള ഹെയ്റ്റ് ഉണ്ടല്ലോ, ഇത് ചുമ്മാ ഫോഴ്സ്ഡ് ആണ്. അത്രയ്ക്ക് ഈ ഹെയ്റ്റ് ചെയ്യാനുള്ള സംഭവമൊന്നും ആ സിനിമയിലില്ല. ഈ തമിഴ്നാട്ടുകാർ ഈ സിനിമയെ ട്രോളും മീമൊക്കെ ഇറക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നല്ല അസൂയുണ്ട്. അതായത് തമിഴ്നാട്ടിൽ അറിയാലോ, ഓരോ ചെറിയ ആക്ടേഴ്സിനും കൂടെ ഫാൻസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പുതിയൊരു പയ്യൻ വന്നിട്ട് 3 സിനിമ അടുപ്പിച്ച് 100 കോടി അടിച്ച് ഹിറ്റാക്കുമ്പോൾ ആർക്കായാലും കുറച്ച് അസൂയ വരും. അതിൻ്റെ ഒരു ഇതെന്നാണ് ആ ട്രോളും മീംസും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അതവർ എന്തിനാ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ റോസ്റ്റിൽ ഇവർ മെയിനായിട്ട് പറയുന്നത് ഈ പ്രദീപ് എന്തിനാണ് ഈ ഫേക്ക് കല്യാണം കഴിക്കുന്നത്, പ്രദീപ് കക്കോൾഡാണ് ഈ സിനിമയിൽ എന്ന് വരെ പറഞ്ഞ ട്രോള് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർ ഒരേ സിനിമയല്ലേ കണ്ടത്. പ്രദീപ് അങ്ങനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ 2 ചെക്കനെയും പെണ്ണിനെയും അവർ കൊല്ലും. ഓണർ കില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ജാതിയുടെ പേരും പറഞ്ഞിട്ട് അവർ ചെക്കനെയും പെണ്ണിനെയും കൊല്ലും. നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണില്ലേ. അപ്പോൾ ഒരാളുടെ ജീവിതം രക്ഷിക്കുന്നതാണോ അതോ ഫേക്ക് കല്യാണം കഴിക്കുന്നതാണോ നല്ലത്? ഇതൊക്കെ ആ സിനിമയിൽ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇത് പറഞ്ഞു തരണോ? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അടുത്ത കുറ്റം പറഞ്ഞത് സായ ബേങ്കറിനെയാണ്. ഊറും ബ്ലഡിൻ്റെ പല വേർഷൻസ് ഇട്ട് കോവറാക്കി കൊളവാക്കിയെന്ന് പറഞ്ഞിട്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺഫോമേറ്റീവ് ബയസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഞാൻ തിയേറ്ററിലും കണ്ടു, OTTയിലും കണ്ട ആളാണ്. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാനൊന്നും അത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. കാരണം ഈ ആ ഊറും ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, അത് എല്ലാത്തിലും ഫിറ്റ് ആവും. അതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് അത് ആ സിറ്റുവേഷനിൽ അങ്ങനെ പോയി. അത് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അത് കറക്റ്റ് ഫിറ്റായിരുന്നു എല്ലാത്തിലും. പിന്നെ അത് കഴിഞ്ഞ് ഈ ആൾക്കാർ ഇതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കുറേ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ പിന്നെ OTTയിൽ കാണുമ്പോഴാണ് ഇതിൽ കുറേ ഊറും ബ്ലഡിൻ്റെ വേർഷൻസ് ഉണ്ട് എന്ന് തന്നെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിക്കാണ്ട് കണ്ടു നോക്ക്, ഒരു കുഴപ്പമില്ല. അത് ആക്ച്വലി പണ്ട് A.R. റഹ്മാനും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ A.R. റഹ്മാൻ ചെയ്യുമ്പോൾ നമ്മുടെ ചെക്കൻ ചെയ്യുമ്പോൾ ആ ഒരു സംഭവമല്ലേ അത് ആക്ച്വലി. പിന്നെ മമിതനെ ട്രോളുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെടാൻ പോകുമ്പോൾ ഈ നായികമാരുടെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് പോകണം, അച്ഛനെ കാണാൻ പോകണം എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ടാണ് ഗില്ലിയിൽ തൃശ്ശീം തന്നെയല്ലേ ചെയ്ത് എയർപോർട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ മറ്റേ പാനിപ്പൂരി അയക്കുന്നതോ എന്തോ പറഞ്ഞിട്ട് പോവുമല്ലോ. ഇതന്നെ ഇത് ആ ഒരു സംഭവമാണ്. ആ ലാസ്റ്റ് മിനിറ്റ് ആ ഒരു ജിറ്റേഴ്സ് കാണിക്കുന്ന ആ ഒരു പരിപാടിയാണ്. അതൊക്കെ വലിയ കാര്യമാണോ? തൃശ ചെയ്ത മമിത ചെയ്ത അത് അങ്ങനത്തെ ഒരു സംഭവമല്ലേ? എനിക്ക് മനസ്സിലാവില്ല അത്. ആക്ച്വലി നിങ്ങളൊന്നും ഇതൊന്നും ആലോചിക്കാണ്ടിരുന്ന് കണ്ടാൽ നല്ലൊരു എൻ്റർടൈനറാണ്. അത്ര ട്രോളാനൊന്നും ഇല്ല അതിൽ.